അങ്ങ് വടക്കേ ഇന്ത്യയിൽ വെറുതെ കിടന്ന ഐറ്റം ഡാൻസ് കളിച്ച് നടന്ന ഐറ്റത്തിനെ തമിഴിൽ കൊണ്ടുവന്ന് 2-3 വർഷമായി പടമൊന്നും ചെയ്യാതിരുന്ന സൂര്യണ്ണനെ മുക്കി കാട്ടിൽ കൊണ്ടുവച്ച് പണിയ കാട്ടവരാതമാണ് കങ്കുവ. അലറാതിരി മലരെ. സോ ബേസിക്കലി ഈ പടത്തിലുള്ളത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കലിപ്പൻ അവന്റെ ബെസ്റ്റി, ഒരു കാന്താരി അവളുടെയും ബെസ്റ്റി. സൂപ്പർ പവർ എക്സ്പെരിമെന്റ്സിന് വേണ്ടി പിള്ളേരെ തട്ടിക്കൊണ്ടുവന്ന് പരീക്ഷണം ചെയ്തുകൊണ്ടിരുന്ന ടീമിന്റെ കയ്യിൽ നിന്നും ഒരുത്തൻ രക്ഷപ്പെട്ടോളൂ. കറക്റ്റ് സമയത്ത് അവിടേക്ക് വന്നൊരു ട്രെയിനിലോട്ട് ചടിക്കേറി അവിടെ കിടന്ന കുറെ കരിക്കട്ട കൊണ്ട് ഏതാ ഒരു പേത്തലേന്റെ പടം അവിടെ നിന്ന് ചരച്ച് വെക്കുകയാണ് പയ്യൻ. ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. സാധാരണ ഓടിക്കതച്ചാൽ വെള്ളം കുടിക്കാറാണ് പതിവ്. എന്നാൽ അവിടെയാണ് ഇവൻ വ്യത്യസ്തനാകുന്നത്. തൊട്ടടുത്ത സീനിൽ കാണുന്നത് ബിരിയാണി വെക്കുന്ന അണ്ടാവിൽ സുഖനീരായിട്ട് നടത്തുന്ന കഥാപാത്രത്തെയാണ്. പാത്രത്തിന്റെ പേര് കോൾട്ട് 95. എങ്ങനെ ഈ കഥാപാത്രം കാലിന്റെ ഇടയിൽ നിന്ന് ഫോൺ എടുത്ത് ഒരു കമ്മീഷണറോട് ഭയങ്കര റിലാക്സ്മെന്റ് ടോക്ക് നടത്തുമ്പോഴാണ് അറിയുന്നത് പോലീസുകാരെ സഹായിക്കാനുള്ള ഒരു അണ്ടർവേൾഡ് ടീമിൽ ഒരു മെമ്പറിന്റെ കുളിസീനാണ് നമ്മൾ നേരത്തെ കണ്ടതെന്ന്. ഇനിയാണ് അടുത്ത ആളുടെ എൻട്രി. അദ്ദേഹം ഭയങ്കര ഡിറ്റർമിൻഡ് ആയതുകൊണ്ട് രാവിലെ എണീറ്റാ പല്ല് തേക്കുന്നതിന് മുമ്പ് തന്നെ ജിമ്മിൽ പോകും. പക്ഷേ ഡംബൽ അലർജി ആയതുകൊണ്ട് എണ്ണാൻ വന്നവന്മാരെ വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. രാവിലെ വർക്കൗട്ട് ചെയ്യാൻ നേരത്ത് മടി, കുളിക്കാൻ കയറിയാലോ അടി. അങ്ങനെ ഊമ്പിയ ഫൈറ്റിന് ശേഷം മെയിൻ വില്ലനെ പൊക്കിക്കൊണ്ട് പോകുമ്പോഴാണ് അടുത്ത സാമാനത്തിന്റെ കോപ്പിലെ എൻട്രി. ഒരുത്തൻ കഷ്ടപ്പെട്ട് ടാർഗറ്റിനെ ഓട്ടിച്ചിട്ട് പിടിക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഓസിന് മൂഞ്ചാൻ വരുന്ന വേറെ ഒരെണ്ണം. ഇവക്കൊരു ഓത്ത ബെസ്റ്റി ഉണ്ട്. അവന്റെ പേരാണ് ആക്സിലറേറ്റർ. ഈത്ത് വലിച്ച് വഴിവെട്ടിയ സ്ഥലത്ത് ഉമിക്കരി തേച്ചൊട്ടിച്ച ഊമ്പിയ മീശയും അരി പിടിപ്പിക്കുന്ന മില്ലിൽ നിന്ന് മോട്ടിച്ചുകൊണ്ട് വന്ന കോണാത്തിലെ പാവാടയും. ഇതാണ് ആക്സിലറേറ്റർ. 2 കപ്പിൾസ് ആയിരുന്ന ഈ 2 വാണങ്ങൾ തമ്മിൽ പിരിയാൻ കാരണം വെള്ളവടി കോമ്പറ്റീഷനിൽ ദേ ഇരിക്കണ ഈ പാമാനം തോറ്റുപോയതുകൊണ്ടാണ്. അങ്ങനെ 15 ലക്ഷത്തിന്റെ അടുത്ത ടാസ്ക്. നേരത്തെ പറഞ്ഞ പോലെ ഒരുത്തൻ കഷ്ടപ്പെടുമ്പോൾ മറ്റൊരുത്തി സുഖവാസത്തിന് പോയി ലാസ്റ്റ് ഓസിന് ക്രെഡിറ്റ് മൂഞ്ചാൻ വേണ്ടി നിൽക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് തോക്കിന് വേണ്ടി പിടിവലി നടത്തി വെടിപൊട്ടി പൊക്കാൻ വന്നവന്റെ വഴി പോയി അവൻ വെടിയുമായി. അങ്ങനെ അവിടെ നിന്ന് ആരും കാണാതെ നൈസായിട്ട് സ്കൂട്ടാവാൻ നോക്കിയപ്പോൾ ആ സീനെല്ലാം കണ്ടുനിന്ന പയ്യൻ കലിപ്പനെ വിടാതെ സ്റ്റോക്ക് ചെയ്യുന്നു. സ്റ്റോക്ക് ചെയ്തവൻ ഫോളോ ചെയ്ത അവസാനം ഫ്രാൻസിയുടെ വീട്ടിലും വരുന്നു. എന്നിട്ട് തൊട്ടടുത്തുള്ള കടയിൽ കയറി അവിടെ ഇരുന്ന് പണം വരപ്പും. പിന്നെ കോപ്പാണ്. ആധാരിയുടെ കയ്യിൽ നിന്നും ചെറുക്കനെയും തട്ടിപ്പറിച്ചുകൊണ്ട് സ്കൂട്ടാവുന്ന കലിപ്പനെ കൊച്ചെറുക്കന്റെ നോട്ടം വല്ലാതെ ഡിസ്റ്റർബ് ആകും. നേരെ നോക്കി വണ്ടി ഒട്ടിയും മൈര ഇല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് വണ്ടിയിലിരുന്ന ചെറുക്കൻ തലേ ദിവസം അടിച്ച വാറ്റുചാര എല്ലാം കൂടി സോപ്പ് പതയായിട്ട് പുറത്തു വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് വേറെ പല കാര്യങ്ങളും അണ്ണൻ അറിയുന്നത്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഒന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് അവിടെ ചെറുക്കന് പണം വരപ്പ്. അങ്ങനെ ഒരു വിധത്തിൽ ചെറുക്കനെ താരാട്ടും പാടി ഉറക്കി രാത്രി 1 മണിയായപ്പോൾ വീണ്ടും വന്ന് കിടന്ന് വിളിക്കണം. അങ്ങനെ ആ വട്ടുചെറുക്കനെയും താങ്ങി രാത്രി 1 മണിക്ക് ഏതാ ബേക്കറിയിൽ പോയി ബർഗർ വാങ്ങിച്ചു കൊടുത്തെന്ന് തിരിഞ്ഞപ്പോഴേക്കും ചങ്ങല പൊട്ടിച്ച പട്ടിയ മാതിരി കാന്താരി അവളുടെ ബെസ്റ്റ് അങ്ങോട്ട് തള്ളിക്കൊണ്ട് ചെന്ന് കയറുന്നു. ഇവരുടെ സംസാരത്തിനിടയ്ക്കാണ് കഴപ്പണം കെട്ട ചെറുക്കനെ പൊക്കാൻ റഷ്യന്ന് കുറെ വാണങ്ങൾ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി റെസ്റ്റോറന്റ് മുഴുവൻ തല്ലി പൊട്ടിച്ച് പയ്യനെ കൊണ്ട് സ്ഥലം വിടുന്നത്. ഇത് കാണുമ്പോൾ സ്വന്തം കൈവരിൽ ചവിട്ടി പിടിച്ച് ചെറുക്കനെ രക്ഷിക്കാൻ പിറകെ ഓടുന്ന അണ്ണൻ വേണ്ട ഈ കാണുന്ന തൊളിവെള്ളത്തെ ചവിട്ടുമ്പോൾ 2024 നിന്നും നേരെ 2070 പോകുന്നു. ഇനി കാണപ്പോത് കാട്ടാള ജീവിതം. കാട്ടാളന്മാരുടെ കൂട്ടത്തിനിടയിലെ ഒറ്റുകാരനായ കാട്ടാവരാധിയെ കങ്ക പച്ചയ്ക്ക് കത്തിക്കുന്നു. കെട്ടിയോൻ ചത്തപ്പോ സ്വന്തം പിള്ളയെ കെട്ടിയോനെ കൊന്നവന്റെ കയ്യിൽ ഇട്ട് കൊടുത്തിട്ട് ചത്തവന്റെ കൊണ്ടാട്ടി നേരെ തീയിലോട്ട് എടുത്ത് ചാടി കെട്ടിയോനോടൊപ്പം ഫയർബാത്തിന് പോകുന്നു. അതുവരെ സിംഗിൾ ആയിരുന്ന കങ്ക അന്ന് മുതൽ ഓസിന് കിട്ടിയ ട്രോഫിയുടെ പാസത്തിന് വേണ്ടി ജീവിക്കുന്നു. അങ്ങനെ ഒരു യുദ്ധത്തിനിടയ്ക്ക് കൊച്ചു കുണ്ടച്ചി എന്റെ തന്തയെ പച്ചയ്ക്ക് കത്തിച്ച നിനക്ക് വാളല്ല വാഴയ്ക്കപ്പം കൊണ്ടുവരാൻ പോണു. പോണാമീരെ. അപ്പൊ കാണികൾ വിചാരിക്കും ഓഹോ പടം തീർന്നെന്ന്. എന്നാൽ ചങ്കിനെ കുത്തുകൊണ്ടാണ് തൊട്ടടുത്ത സീനിൽ എല്ലാണത്തിനെ കൊന്നിട്ട് അതിന്റെ മണ്ടേ കയറിയിരിക്കുന്നത് കാണാം. അപ്പോഴാണ് അടുത്ത കാട്ടാളന്റെ എൻട്രി. ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ അമറാനും ലാസ്റ്റ് നായകന്റെ വെട്ടുകൊണ്ട് ചാവാൻ. അത് പ്രത്യേകിച്ച് ഒരു മൈരി ഈ തൊലിഞ്ഞ ക്യാരക്ടറിന് ഇവിടെ കാണിക്കാനൊന്നുമില്ല. അങ്ങനെ കാട്ടാളന്മാരുടെ കാട്ട് കുൽസിതത്തിന് ശേഷം വീണ്ടും പടം 2024 എത്തും. ഇവിടെ പുറകെ ഓടുന്ന ഫ്രാൻസിയുടെ വാരിയിൽ നോക്കി മറ്റവന്മാരെ ഷൂട്ട് ചെയ്യും. വെടികൊണ്ടതും കയ്യിലെ വിരൽ കുത്തി ഒടിച്ചൊന്നും വകയ്ക്കാതെ കിലോമീറ്ററുകളോളം ഓടി ഇവിടം വരെ എത്തി ഈ സാമാനത്തിന്റെ മണ്ടയിൽ വലിഞ്ഞു കയറുന്ന ഫ്രാൻസി അല്ല നേരത്തെ കയ്യിലെ വിരലൊക്കെ കുത്തി ഒടിച്ചിട്ടല്ലേ അവിടുന്ന് വാണം വിട്ടാണെങ്കിൽ ഇങ്ങനെ വരെ ഓടിയത്. എന്നിട്ട് ആ കൈ കൊണ്ട് തന്നെ വലിയ ഈ സാമാനത്തിന്റെ മണ്ടയിലൊക്കെ കയറണം. ഇതൊക്കെ എന്ത് പയ്യനെ താങ്ങി ഫ്ലൈറ്റ് പൊങ്ങിയപ്പോ അതിനെ ചേച്ചി അണ്ണൻ പോകുന്നത് ബൈക്കില്. പിന്നെ പണ്ടൊരു സ്കോർപിയോ വെച്ച് എയർപ്ലെയിൻ തടഞ്ഞ അണ്ണൻ ഇതൊക്കെ എന്ത്. ഇപ്പോഴാണ് പഴയ കാലത്ത് പുതിയ ഒരാൾ വരുന്നത്. ഈ സിനിമയിലെ ഏറ്റവും കോമഡി ഇൻട്രോ ഏതെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. താണ്ട ഇതാണ്. ഫ്രൂട്ട് ഞാൻ തിന്നിട്ട് വായും കഴുകാതെ കുതിരപ്പുറത്ത് വന്നിറങ്ങിയ പുതിയ താരത്തിന് തലേ ദിവസം അടിച്ചതിന്റെ കെട്ട് മാറാത്തത് കൊണ്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വില്ലന്മാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട പയ്യന് ലാസ്റ്റ് മിന്നൽ ഷിബുവിന്റെ സൂപ്പർ പവർ ഒക്കെ കിട്ടുന്നതാണ്. അങ്ങനെ കുറെ കോണത്തിൽ അപരാധം കൊണ്ട് നിറച്ച പടം ഇതോടുകൂടി തീരുന്നു. Any creator, any director in Indian film industry വായ പൊളന്ന് പാക്ക പോറാങ്ക. ഈ വാണത്തരമാണോ അണ്ണാ ഞങ്ങള് വായം പൊളന്നിരുന്ന് കാണണ്ടുള്ളത്? ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്റെ ഈശ്വരാ.